നമസ്കാരം. ബെന്യാമിന്റെ ആടുജീവിതം എന്ന നോവലിനോടും ഒരുപക്ഷെ അതിൽ കൂടുതൽ ഗൾഫിൽ മരുഭൂമിയിൽ ഒറ്റപ്പെട്ടുപോയ നജീബിന്റെ പ്രവാസ ജീവിതാനുഭവങ്ങളോടും പൂർണ്ണമായി നീതി പുലർത്തുന്ന സിനിമയാണ് ബ്ലെസ്സിയുടെ ആടുജീവിതം. ഇതൊരു വെറും സിനിമയല്ല, സിനിമാനുഭവമാണ്. ഇത്തരത്തിൽ അനുഭവങ്ങളുള്ള പല ആളുകൾ ഈ ലോകത്തുണ്ട്. അതിൽ ചിലത് ശ്രദ്ധിക്കപ്പെടുന്നുവെന്ന് മാത്രം. എന്നാൽ അത്തരത്തിലുള്ള ഒരു സംഭവമാണ് ഇപ്പോൾ ചർച്ചയാകുന്നത്. സ്കൂളിൽ നിന്നും മടങ്ങുമ്പോൾ തട്ടിക്കൊണ്ടുപോയി അടിമയാക്കിയ ഒരു മനുഷ്യന്റെ ജീവിതകഥ. 30 വർഷങ്ങൾക്ക് ശേഷമാണ് ഇദ്ദേഹം സ്വന്തം കുടുംബവുമായി ചേർന്നത്. സ്കൂളിൽ നിന്നും സഹോദരിക്കൊപ്പം വീട്ടിലേക്ക് മടങ്ങുമ്പോഴാണ് ഏതാനും അപരിചിതർ ചേർന്ന് ഉത്തർപ്രദേശ് സ്വദേശിയായ ഭീം സിംഗിനെ തട്ടിക്കൊണ്ടുപോയത്. രാജസ്ഥാനിലെ ജയ്സാൽമീറിലായിരുന്നു പിന്നീട് ഇദ്ദേഹത്തെ തട്ടിക്കൊണ്ടുപോയവർ താമസിപ്പിച്ചിരുന്നത്. 3 പതിറ്റാണ്ടുകൾക്കിപ്പുറം സുമനസ്സുകളുടെ സഹായത്തോടെ തന്റെ കുടുംബവുമായി ഒത്തുചേരാൻ സാധിച്ചതിന്റെ സന്തോഷത്തിലാണ് ഇപ്പോൾ ഭീം സിംഗ്. തട്ടിക്കൊണ്ടുപോയവർ തനിക്ക് ദിവസത്തിൽ 1 പ്രാവശ്യം മാത്രമാണ് ഭക്ഷണം നൽകിയതെന്നും പലപ്പോഴും മർദ്ദിച്ചെന്നും സിംഗ് പറഞ്ഞു. തന്നെ അടിമയാക്കി പണിയെടുപ്പിക്കുകയായിരുന്നു അവരുടെ ലക്ഷ്യമെന്നും ഭീം പങ്കുവച്ചു. ഒരു ഗ്രാമത്തിൽ ചെമ്മരിയാടുകളുടെയും ആടുകളെയും വളർത്തുകയായിരുന്നു തന്റെ ജോലി. അതിന് കൃത്യമായ കൂലിയോ ഭക്ഷണമോ തനിക്ക് ലഭിച്ചിരുന്നില്ല. എല്ലാ ദിവസവും അടിമയെ പോലെ പണിയെടുപ്പിക്കുകയായിരുന്നുവെന്നും അദ്ദേഹം പറയുന്നു. ഒടുവിൽ തന്റെ ദുരവസ്ഥ കണ്ട് ഒരു മനുഷ്യൻ തന്നെ അദ്ദേഹത്തിന്റെ വാഹനത്തിൽ ഗാസിയാബാദിൽ ഇറക്കി വിട്ടുവെന്നും തുടർന്ന് പോലീസിന്റെ സഹായത്തോടെ തന്റെ വീട്ടുകാരെ കണ്ടെത്താൻ സാധിച്ചു എന്നുമാണ് ഭീം സിംഗ് പറയുന്നത്. സിംഗ് പോലീസ് സ്റ്റേഷനിൽ എത്തിയപ്പോൾ അദ്ദേഹത്തിന്റെ വിലാസം തിരിച്ചറിയാൻ കഴിഞ്ഞില്ലെന്നും തുടർന്ന് സോഷ്യൽ മീഡിയ വഴി ഇദ്ദേഹത്തിന്റെ വിവരങ്ങൾ പ്രചരിപ്പിച്ചാണ് വീട്ടുകാരെ കണ്ടെത്തിയതെന്നും സാഹിബാബാദ് SP രജനീഷ് കുമാർ ഉപാധ്യായ പറഞ്ഞു. നിരന്തരമായ ശ്രമങ്ങൾക്ക് ശേഷം ഒരു കുടുംബം പോലീസിനെ ബന്ധപ്പെടുകയും ഭീം സിംഗ് അവരെ തിരിച്ചറിയുകയും ചെയ്യുകയായിരുന്നു. ഇതാണ് വൈകാരികമായ ഒരു ഒത്തുചേരലിന് വഴി തുറന്നത്. ഭീം സിംഗ് നൽകിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ തട്ടിക്കൊണ്ടുപോയ സംഘത്തെക്കുറിച്ച് കൂടുതൽ അന്വേഷണം പുരോഗമിക്കുകയാണെന്നും പോലീസ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി. വെബ് ഡെസ്ക് തത്തുമൈ TV.